ഇതാണ് ചിത്രം. ഒരു രക്ഷയുമില്ല. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ അങ്ങ് പറക്കുകയാണ്. അതിരുകടന്ന വയലൻസുമായി എത്തിയ മാർക്കോ കേരളത്തിന്റെ അതിരും കടന്ന് കയ്യടി നേടുകയാണ്. ഒപ്പം കളക്ഷനും. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 100 കോടി ക്ലബും കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ ഭാഷകളിലെത്തിയ ചിത്രത്തിന്റെ ഹിന്ദി കളക്ഷൻ മാത്രം വലിയ തുകയാണ് നേടിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മാർക്കോ ഹിന്ദി പതിപ്പ് മാത്രമായി 12 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിലും പ്രദർശനത്തിനിറങ്ങും. ഇതോടെ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ വേറെ ലെവൽ തന്നെയാകും. 100 കോടി ക്ലബിൽ കയറിയ മാർക്കോ 2ാം ഭാഗം ഉറപ്പായും ഉണ്ടാകുമെന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം ആരാധകരിൽ വലിയ ആവേശം തന്നെ സൃഷ്ടിച്ചു. മാർക്കോ ഉണ്ടാക്കിയ ഹൈപ്പുകൾക്കപ്പുറം പോകുന്ന ഗംഭീര 2ാം ഭാഗം സൃഷ്ടിക്കാനാണ് തീരുമാനമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഉണ്ണി മുകുന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായിരുന്ന ഉണ്ണി മുകുന്ദൻ മാർക്കോ ഇറങ്ങിയതോടെ ആക്ഷൻ താരമായി മാറുകയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി മേഖലകളിൽ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ സിനിമ എന്ന പ്രശംസ ചിത്രത്തിന് ലഭിക്കുകയും ചെയ്തു. തമിഴിൽ 2 കോടിയും ഹിന്ദിയിൽ 12 കോടിക്ക് മുകളിലും തെലുങ്കിൽ 7 കോടിയും ഇതിനകം തന്നെ മാർക്കോ നേടിക്കഴിഞ്ഞു. ഹിന്ദിയിൽ 30 ഷോയെ തുടങ്ങിയ സിനിമ ഇപ്പോൾ 3000-ലധികം ഷോയിലെത്തി. ദക്ഷിണ കൊറിയ അടക്കമുള്ള ഇടങ്ങളിലും ചിത്രം ഉടൻ എത്തുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. പുതുവർഷത്തിൽ തമിഴകത്ത് പ്രദർശനത്തിനെത്തിയ ചിത്രം തിയേറ്ററുകളെ ഇളക്കിമറിച്ച് കോളിവുഡിലും കുതിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ മാറ്റമാണ് മാർക്കോയിലൂടെ പ്രേക്ഷകർ ആസ്വദിച്ചതും കണ്ടതും. അതേസമയം മാർക്കോയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമുമായും കരാറായിട്ടില്ല എന്ന് നേരത്തെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവ് വ്യക്തമാക്കിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.